ഹലോ, അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും നാട്ടിലെത്തിയിരിക്കുകയാണ്. ചക്കും മാങ്ങയും തിന്നാനുള്ള ആക്രാന്തത്തിലാണ് നമ്മൾ വന്നുള്ളത്. മാങ്ങ ഉണ്ടായി നോക്കി എന്ത് ഭംഗിയല്ലേ. ഫിദ കളിയൊക്കെ അവിടെ വന്നിട്ട് നിറയെ മാങ്ങുണ്ട്. ഇത് മലേഷ്യൻ മാവാണ്. എൻ്റെ നാസ്രമാമ മലേഷ്യയിൽ നിന്ന് കൊടുന്നാ. ഇതിന് കുരു ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ. കുരുവൊക്കെ ഉണ്ടാവും. അന്ന് കുരുല്ലാന്ന് പറഞ്ഞിട്ടല്ലേ നാസ്രം? അതെ, കോയിൻ പോലത്തെ കുരുവായിട്ട് അതല്ലത്. ആ, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാം. ഇതിനെ സീഡ്ലെസ് എന്ന് പറയാ. മറ്റേ മാങ്ങയുടെ പോലെ സീഡ് ഉണ്ടാവില്ല. ആ, അതൊരു കോയിൻ പോലെ ഉണ്ടാവുള്ളൂ. പഴുത്തില്ല. ഞങ്ങൾ പോകുമ്പോഴത്തേനും പഴുക്കൂല. ഇത് നമ്മളെ കുളം. ഇത് മീനൊക്കെ ഉണ്ട്. അടിയിലാണ്. ഈ മാങ്ങൊക്കെ പഴുത്തുണ്ടാവോ? പിന്നെ ചാമ്പക്ക ഒരു 13 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഏതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അത് നിറയെ ഉണ്ടായിട്ടുണ്ട്. പാകമായിട്ടില്ലാന്ന് തോന്നുന്നു. ഇതൊരു പച്ച. ഇത് പഴുത്താലും ഇങ്ങനെ പച്ച കളറുണ്ടാവും. പക്ഷെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇല്ല. ഇത് വേറെ ടൈപ്പ് ചാമ്പക്ക. ഇവിടെ ആരുമില്ല, ഉമ്മയും ഇപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് നോമ്പുമല്ലേ, വെറുതെ ഇങ്ങനെ ഓരോ പക്ഷികളും വവ്വാലും അണ്ണയൊക്കെ കഴിച്ചിട്ട് പോവാന്നല്ലാണ്ട് ആരും പൊട്ടിക്കണില്ല. ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തരാം. ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി ചക്കയും മാങ്ങയും തിന്നാനുള്ള കൊതി കൊണ്ടാണ് ഞങ്ങൾ ഓടി വന്നത്. പിന്നെ പെരുന്നാളും ഇല്ലേ. ഇത് വേറെ വെറൈറ്റി മാങ്ങ. പിന്നെ ഇത് വേറെ വെറൈറ്റി. ഇന്നിവിടെ ക്ലീനിങ് ആണ്. കുമാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് പോവാം. മാക്ക് ഡ്രസ്സ് നോക്കാൻ പറ്റാം. സപ്പോട്ട വേണ്ടട്ടോ. അതാ ആദ്യമായിട്ടുണ്ടായില്ലാണ്. ഇത് വേറെ ടൈപ്പ് ചാമ്പക്ക. എൻ്റെ മണ്ട ഞാൻ പൊട്ടിക്കും. ഞാൻ ഇപ്പം പാട് പറഞ്ഞു. ചാമ്പക്ക താഴെ വീണ് എടുക്കണുണ്ടോ? നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഭാഗമായിട്ടില്ല. പഴുത്ത് കഴിഞ്ഞാൽ ഈ കളർ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. മധുരം ഉണ്ട്. നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ട്. അതിന്റെ പേരെന്താടി സിഫി? ഓർമ്മല്ല. അതിന്റെ പേരെന്താ? ഈ ഫ്രൂട്ടിന്റെ പേരെന്താ? സപ്പോട്ട, വെറിഗേറ്റഡ് സപ്പോട്ട ഉണ്ടോ? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ഇതിന്റെ പേരെന്താന്നറിയില്ല. എന്തോ ഒരു പേര്. ഇത് വേറെ വെറൈറ്റിയാണ്. ഇതാണ് ആത്തച്ചക്ക എന്ന് പറയുന്ന സാധനം. ഒന്നതോ അതോ അവിടെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് അയിനിച്ചക്ക. ഡക്കല്ലട കൊക്കാണ്. അവിടെ നോട്ടാ.
ഡക്കല്ലേ കൊക്ക്. ഈ ഓടിക്കല്ലടാ, അതൊക്കെ പറഞ്ഞു പോവും. മാങ്ങല്ലേ അങ്ങോട്ട് നോക്കും മയില് ഒക്കെ അമ്മ കയറിയിരിക്കണം. വേണ്ടടോ. ഇത് ബദാമി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇത്ര സമയമില്ലേ, അതുകൊണ്ടാവും. ഞാൻ പറഞ്ഞു രണ്ടും തരുമോ? അതാ എന്താട്ടാ മാമി വെറുതെ പറഞ്ഞ റഷ് എടുത്തു. ഈടെടുത്തിട്ടാ നോക്കട്ടെ. മാമിന് ഇഷ്ടണ്ടോ? എത്ര ഇഷ്ടണ്ട്? എത്ര? എങ്ങോട്ട് നോക്ക്, പറയ് എത്ര ഇഷ്ടണ്ട്? കൊറേന്ന് പറഞ്ഞാ അധികം പറയും. എത്ര കൂടുതൽ ഇഷ്ടം? ആരെ കൂടുതൽ ഇഷ്ടം? ഇങ്ങോട്ട് നോക്കിട്ട് പറയ്. എന്താണ് ആരെ കൂടുതൽ ഇഷ്ടം? അതെന്താ അറിയാത്ത? എന്താ അറിയാത്ത? ആ പറയ്. എന്താണ് മൊത്തം മാറി മാറി നോക്കുന്നത്? ആ ഏറ്റവും കൂടുതൽ ഒരാളെ പാടുള്ളൂ. ഒരാളെ പറയും. പോവണ്ടാട്ടാ, നമുക്ക് പോവാ. വായ അമ്പഴങ്ങ പോയിട്ടുണ്ട്. അങ്ങനെ എടുക്കരുത്, അപ്പൊ വിളിച്ചല്ല. ഇവിടുന്ന് കണ്ടെടുക്ക്. സമാധാനത്തിൽ എടുക്ക്, ആൾക്കാർക്ക് കാണണോ? ഈ അമ്പഴങ്ങ അടുത്ത് കൊണ്ടേക്കോ. മൾബറി ഉണ്ട്, പക്ഷെ ഒന്നും പഴുത്തില്ല, പച്ചയാണ്. പെപ്പിടെ ചെവിയിൽ വെച്ച് കൊടുക്ക്. കൊറേ ഉണ്ട് പക്ഷെ ഒന്നും പഴുത്തില്ല. അമ്മ വേറൊരു മാവിന്റെ കൊമ്പോടുന്ന് ഒട്ടിച്ചിട്ടുണ്ടായ മാങ്ങിയത്. അയ്യോ, കൊറേ എണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ട്. ബ്രൗൺ അല്ലേ? ഇതാണ് പാകിസ്ഥാനി. ഇത് ചെറിയുടെ വയ്ക്കാം. മിറാക്കിൾ ഫ്രൂട്ട് കുറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ബബ്ലൂസ് നാരങ്ങയാണ് ഗൈസ്. ആ ലെമൺ ഉണ്ടായിട്ട് നോക്കിയേ, എന്ത് ഭംഗിയാ. ആന്നെ ലെമൺ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു കൊടുക്കും. ആ ഇത് സാധാ ടൈപ്പ് 3 കൊല്ലം എന്ന് പറയണ മാങ്ങയാണ്.
ഇത് വേറൊരു വെറൈറ്റി മാങ്ങയാണ്. അനാറ് കഴിച്ചതാണത്. ഇല്ല, ഇത് വേറെ ടൈപ്പ് മാങ്ങയാണ്. ഇതാണ് ബനാന മാംഗോ എന്ന് പറയുന്നത്. ഇത് അറേബ്യൻ അത്തിയാണ് ഗൈസ്. ഇത് വേറെ ടൈപ്പ് ലെമൺ. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് ഗൈസ്. ഇത് വേറെ ടൈപ്പ് ഒരു മാങ്ങയാണ്. ഇതൊക്കെ കവറിട്ട്, അതാ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം ഉണ്ടായതുകൊണ്ട് എല്ലാം കവറിട്ട് വെച്ചേക്കാം. ഇതാണ് ജബോട്ടിക്ക എന്ന് വെച്ചാൽ മരമുന്തിരി അല്ലേ? മരമുന്തിരിയും ജബോട്ടിക്ക ഒന്നല്ലേ? പഴുത്ത് കണ്ടോ? ഇത് പഴുക്കുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകും ഗൈസ്. ആണ്ടാ റേഷ കാണിച്ചിരുന്നു. ഇതെന്ത് മാവാടി? എന്താണ്? തേങ്ങ മാങ്ങ. പേരറിയില്ലടി. ചുവപ്പ് ചക്ക.